ഗൈസ്, ഞാൻ ഇന്ന് വന്നത് എൻ്റെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിനെ പറ്റി പറയാനാണ്. ഞാൻ ബേസിക്കലി ICL ഫിൻകോർപ്പ്, അതായത് ഒരു NBFCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ വെച്ചു. പിന്നെ 3 കൊല്ലം BCA പഠിച്ചു ഇഗ്നോയിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞു റിസൈൻ വെച്ചു. അപ്പോൾ 3 കൊല്ലം ഒരു കരിയർ ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഐറോഹബ് ഇൻഫോടെക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ പറ്റി കേട്ടു. അവിടെ ഒരു 4 മാസം ഫ്ലട്ടർ കോഴ്സ് പഠിച്ചു. അവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ നമ്പേഴ്സ് ഓഫ് പിള്ളേരൊന്നുമില്ല, ഒരു ചെറിയ നമ്പേഴ്സാണ്. അതായത് ഒരു ബാച്ച് വൈസായിട്ട് തിരിച്ചേക്കാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബാച്ച് വൈസായിട്ട് തിരിച്ച് ചെറിയ നമ്പേഴ്സിലുള്ള രീതിയിലാണ് ആക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 1-to-1 മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു നല്ല സൗകര്യമാണ്. അപ്പോൾ ഞാനൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും അപ്പോൾ തന്നെ ഞാൻ ചോദിക്കും, അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യും. പിന്നെ എന്നോട് പേഴ്സണലായിട്ട് ഇങ്ങനെ ഇതറിയോ, ഇങ്ങനെ ഇത് ചെയ്യാൻ വെച്ചാൽ ഇങ്ങനെ വരും, അത് മനസ്സിലായോ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലായോ എന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി ഏത് രീതിയിൽ പറഞ്ഞാണ് ഒരു മനസ്സിലാവുമെന്ന് അറിഞ്ഞ് ആ രീതിയിൽ പറഞ്ഞാണ് ഒരു ഇതാണ് ഞാൻ അവിടെ കണ്ടത്. മെയിനായിട്ട് ഈ കാര്യങ്ങളൊന്നുമല്ല, മെയിനായിട്ട് എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് അവരൊരു പ്ലേസ്മെൻറ്റ് തരാനുള്ള ഒരു ഇതാണ്. അതായത് കുറേ സ്ഥാപനങ്ങൾ പ്ലേസ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞാലും ആ ഒരു ലെവലിൽ അവരുടെ എഫേർട്ട് ഉണ്ടാവില്ല പ്ലേസ്മെൻറ്റ് തരാനായിട്ട്. 2-3 കമ്പനീസിൻ്റെ റെഫറൻസ് വരും, പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. സെക്കൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ ഒരു മിനിമം ഒരു 6 അല്ലെങ്കിൽ 8 ഇൻ്റർവ്യൂവോളം അവരെനിക്ക് വേണ്ടി റെഫറൻസ് തന്നു. ഞാൻ എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത്രയും റെഫറൻസ് തന്നതിൽ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ലാസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അതും സ്റ്റാർട്ടിങ് സാലറി ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാലറി, അതായത് സ്റ്റാർട്ടിങ് ആണ്, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാലറി എനിക്ക് കിട്ടി. അത് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും IT ഫീൽഡിൽ ഒരു ബ്രേക്ക് ത്രൂ വേണം, അല്ലെങ്കിൽ IT ഫീൽഡിലേക്ക് ചാടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം അവർ അവിടെ നിന്ന് തരുന്ന ആ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അത് ഒരിക്കലും വേറൊരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല.